മുഖ്യമന്ത്രി പിണറായി വിജയൻ പോഡിയത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കുള്ള ചില പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഈ വേദിയിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമാക്കുന്ന ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് പറയുകയായിരുന്നു മന്ത്രി എം പി രാജേഷ്. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുകയാണ് വേദിയിൽ. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്നത്തതോടുകൂടി പിറന്നിരിക്കുന്നത്. ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. ഐക്യ കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് 69 വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന്. നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി തുടരേണ്ട കാര്യങ്ങളിലും ഫലപ്രദമായി ഇടപെടുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എല്ലാവരും ഒരേ മനസ്സോടെ അതിൽ സഹകരിച്ചു എന്നതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ഘട്ടത്തിലും എന്താ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ആരെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നടന്നത്. ആ യോഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ
ഇതുമായി ബന്ധപ്പെട്ട ഒരവതരണമുണ്ടായി. അതിൽ 64,006 കുടുംബങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി 64,005 കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു. ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതുകൊണ്ടാണ് മന്ത്രിസഭയുടെ മുന്നിൽ അത് വന്നത്. ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. അതോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്ന 1 എന്ന സ്ഥാനത്ത് 0 എന്ന് വന്നു. ഞങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ 64,006 കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.